ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അറിയണല്ലോ. എവിടെയാ സ്ത്രീ? അനു മോളെ, അനു എവിടെയാ മോളെ? ഒന്ന് വിട്ട് വേഗം വാ. എവിടെയാന്ന്? മാഡം, വാ 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 വാ. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ സമയത്ത് ഇവിടെ വരുമെന്ന്. ജോൺ സാർ ഓഫീസിലേക്ക് തിരക്കി വരുമായിരുന്നു. എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കയ്യോടെയും കൂട്ടിക്കൊണ്ടു പോന്നു. ജോൺ ഇരിക്കെ. എനിക്ക് 1-2 വീഡിയോ കോൺഫറൻസ് ഉണ്ടായിരുന്നു. അതിന് ഓഫീസ് പറ്റില്ല. ആരെങ്കിലും ഒക്കെ വന്നും പോയി ഇരിക്കുന്നേ. അത് കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വെച്ചു. പിന്നെ വീട്ടിൽ നിൽക്കുമ്പോ അറിയാവല്ലോ, 100 ജോലികളുണ്ടാവും വേറെ ചെയ്യാൻ. ഇനി ജോണ് പറ. കാര്യങ്ങള് നമ്മൾ ഉദ്ദേശിച്ച പോലെ നടന്നില്ല സാറേ. മനസ്സിലായില്ല. കളക്ടർ നമ്മൾ വരച്ച ലക്ഷ്മണരേഖയ്ക്കുള്ളിൽ നിന്നില്ല. പരുത്തിക്കുന്നിൽ അവരെന്താണ് ഉദ്ദേശിച്ചത് ആ നടപടികളുമായി അവരെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളും അവർ തുടങ്ങി. നമ്മൾ ആ ഫയൽ ഒതുക്കിയതല്ലേ? ജോണ് തന്നെയല്ലേ അത് കൈകാര്യം ചെയ്തു തന്നത്? അതൊക്കെ ശരി തന്നെയാ. നമ്മൾ മുക്കിയ ഫയലിന്റെ ഡിജിറ്റൽ കോപ്പി ശാലിനിയുടെ കൈവശമുണ്ട്. സാറേ, നമ്മൾ 3 കൊമ്പുള്ള മുയലിനെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോ അവർ നമ്മുടെ മുമ്പിൽ നിന്നിരുന്നത് 6 കൊമ്പുള്ള മുയലിനെ പിടിച്ചു വെച്ചുകൊണ്ടാ. നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറം അവർ ചിന്തിക്കുന്നുണ്ട്. അവരെ ഒതുക്കാൻ 1 മുഴം മുമ്പേ അല്ല, ഒരു 10 മുഴം മുമ്പേ കയറി വീണം. ഇനി അവരുടെ അടുത്ത് വിരട്ടൽ മാത്രമേ നടക്കൂ, കയ്യാങ്കളി. അല്ലാതെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരവിടെ വന്ന് സീൽ ചെയ്ത് ബോർഡ് കുത്തിയ പിന്നെ നമുക്ക് ആ ഭൂമി ഒഴിഞ്ഞു കൊടുക്കല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അതിനനുവദിക്കരുത്. അതിനിപ്പോ നമ്മളിനി ഏത് വഴിക്ക് നീങ്ങണോന്നാ ജോണി പറഞ്ഞു വരുന്നത്? കളക്ടർക്ക് മുകളിലേക്കുള്ള ലിസ്റ്റ് എടുക്കണം. റവന്യൂ സെക്രട്ടറി ഉണ്ട്, റവന്യൂ മന്ത്രിയുണ്ട്. നമ്മുടെ കൈപ്പാങ്ങനെ ഒത്തുകിട്ടുന്ന ആരെ കൊണ്ടെങ്കിലും വ്യക്തമായിട്ടൊരു തടയിടിക്കണം. 4 പുത്തം കണ്ട് കണ്ണുമഞ്ഞളിക്കാത്ത ഏത് റവന്യൂ ഡിപ്പാർട്ട്മെന്റാ സാറേ നമുക്കുള്ളത്? മിക്കവരും കള്ളന്മാരല്ലേ. ഏതായാലും പരുത്തിക്കുന്ന് കൈവിട്ടു പോയാ അത് മാണിക്കോത്ത് മഹേന്ദ്രന് കിട്ടുന്ന ഏറ്റവും വലിയ അടിയാ. താൻ പറഞ്ഞ പോലെ തന്നെ ഉദ്യോഗസ്ഥ തലത്തില് ഞാനൊരു പിടി പിടിക്കാം. കളക്ടർ 2ഉം കൽപ്പിച്ച് ഇറങ്ങിയ സ്ഥിതിക്ക് നമുക്ക് അരയും തലയും മുറുക്കി ഇറങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറയുന്നത് ശിവൻകുഞ്ഞ് അവരെ ഒന്ന് കാണട്ടെ. സമാധാനപരമായി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കട്ടെ. എന്നിട്ട് പോരെ നേരിട്ടുള്ള രംഗപ്പുറപ്പാട്. ഒരു സമാധാന ദൂതന്റെ വേഷം എനിക്ക് ഈ കാര്യത്തിൽ ചേരുമെന്ന് തോന്നുന്നില്ല സ്വാമി. കാര്യങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ തൂക്കിയെടുത്ത് എവിടെങ്കിലും കൊണ്ട് പൂട്ടിയിടണം. വെള്ളവും ഭക്ഷണവും കൊടുത്ത് ചാവാൻ നോക്കിയാ പോരെ. അതിനുള്ളിൽ നമ്മൾ അവിടെ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെന്ന് വെച്ചാ അതങ്ങ് ചെയ്യണം. പിന്നെ പുറം ലോകം കാണുന്നതല്ലേ, അത് നമുക്ക് അപ്പം നോക്കാം. ശിവ, എടാ അതുകൊണ്ടൊന്നും ഈ പ്രശ്നം തീരുന്നില്ലല്ലോ. പിന്നെ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ ഈ പറയുന്നത്? മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഭഗവാൻ കൃഷ്ണൻ കാണിച്ച വഴി തന്നെ നമുക്ക് ഇവിടെയും സ്വീകരിക്കാം. അനുനയത്തിലൊന്ന് പറഞ്ഞു നോക്കാം. നമ്മളല്ല അവരെ ഉപദ്രവിച്ചതെന്നും ഒരു വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാതെ ഇത് പരിഹരിക്കണമെന്നും വാക്കാൽ ഒന്ന് പറഞ്ഞു നോക്കാം. എന്തിനും പരിഹാരമുള്ള ഈ കാലത്ത് അവരൊന്ന് മാറ്റി ചിന്തിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ അവസാനിക്കില്ലേ? വരാനിരിക്കുന്ന വലിയ ഒരു അപകടം 2 വാക്കിൽ പറഞ്ഞു തീർക്കാൻ സാധിച്ചാൽ അത് തന്നെ വലിയൊരു നേട്ടമല്ലേ? സ്വാമി പറഞ്ഞതുപോലെ നീ ഒന്ന് സമാധാനപരമായിട്ട് സംസാരിച്ചു നോക്ക്. നിനക്ക് ഒറ്റയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്വാമിയും കൂടെ കൂട്ടിക്കോ. സംസാരിക്കുമ്പോ പ്രശ്നപരിഹാരത്തിനാണ് നമ്മൾ ചെന്നെന്നുള്ള ഓർമ്മയുണ്ടായാൽ മാത്രം മതി. നിനക്ക് പോവാൻ പറ്റുമോ? ഞാൻ പോവാം. നല്ലത്. അങ്ങനെയൊന്ന് സംസാരിച്ച് നോക്ക്. അതിനുശേഷം മതി ബാക്കി എന്തും.
ആ രാമേട്ടാ എന്തൊക്കെയുണ്ട്? ഇപ്പൊ വരാട്ടാ, സമയമില്ല. അനുവളെ മേടകത്തുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ആ ശരി എന്നാ. ആ മാഡം. ഓ ഏത് നേരം ഒരു ഫയല്. നമസ്കാരം. എന്തോ പദ്ധതികൾ കൽപ്പിച്ചുകൂട്ടി വന്നതുപോലെ ഉണ്ടല്ലോ. എന്താ പ്ലാൻ? പ്ലാൻ ഉണ്ട്. കുട്ടികളെ ഭയങ്കര ബഹളത്തിലാ ബീച്ച് പോണെന്ന് പറഞ്ഞിട്ട്. പിന്നെ കളക്ടർ മാഡവും വേണം. എനിക്കേ ഇവിടെ പിടിപ്പത് പണിയുണ്ട്. അതെ, ഞങ്ങൾക്കും പണിയൊക്കെ ഉള്ളതാണ് മാഡം. പക്ഷെ കുടുംബത്തിനാണ് ഒന്നാം സ്ഥാനം, അത് മറക്കരുത്. നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാ ജീവിക്കണേ? നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയിട്ടാണല്ലോ, അല്ലേ? പക്ഷേ ഞാനൊരു ഗവൺമെന്റ് സർവന്റാ. എനിക്ക് ഇവിടുത്തെ ഉത്തരവാദിത്തത്തിൽ നിന്നും പെട്ടെന്ന് അങ്ങനെ ഒഴിഞ്ഞു മാറാനൊന്നും പറ്റില്ല. ഓ, അപ്പൊ ഭർത്താവിനോടും കുട്ടികളോടും ഉത്തരവാദിത്തം വേണ്ടെന്നാണ് പറയണേ, അല്ലേ? ആ ഒന്നും അറിയണല്ലോ. ആ എവിടെയാ സ്ത്രീ? വിഷ്ണുവേട്ടാ. അനു മോളെ, അനു എവിടെയാ കാണിക്കുന്നത്? വിഷ്ണുവേട്ടാ, മോളെ ഒന്ന് വിട്ട് വേഗം വാ. വിഷ്ണുവേട്ടാ. എവിടെയാന്ന്? മാഡം, വിഷ്ണുവേട്ടാ. വാ 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 വാ. ആ മോളിങ്ങട് വാ, പറയട്ടെ. ആ ചേട്ടനെ ഒരു കാര്യം പറയണ്ട്. അല്ല എനിക്കൊരു കാര്യം പറയണ്ട്. മോളെ, അല്ല അനുവിന്റെ മുമ്പിൽ ഇപ്പൊ 2 ത്രാസ് ഉണ്ടെന്ന് വിചാരിക്കുക. എന്താ സർ? അത് ശരി. അപ്പൊ ത്രാസ് എന്താന്ന് പറഞ്ഞുതരണ? കഷ്ടം. ഓ കളക്ടർക്ക് പറ്റിയ കൂട്ടാ. എടോ, അതായത് നമ്മൾ ഈ കടയിൽ ചെന്ന് കഴിഞ്ഞാലേ സാധനങ്ങൾ ഇങ്ങനെ തൂക്കി തരില്ലേ? ത്രാസ് കൊച്ച് വെയിറ്റ് ഇളക്കണത്. ആ അങ്ങനെ ഒരു ത്രാസ് ഇപ്പൊ എന്റെ കയ്യിലുണ്ടെന്ന് വിചാരിച്ചു സർ. അതെ, അതിലൊരു തട്ടില് അനുവിന്റെ കുടുംബം, അതായത് ഭർത്താവ്, കുട്ടികള്, അങ്ങനെ 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 മറ്റു പലരും. അതിന്റെ മറ്റേ തട്ടില് അനുവിന്റെ ഇവിടുത്തെ ജോലി. ഏതിനായിരിക്കും തൂക്കം കൂടുക? മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഏതിനായിരിക്കും അനു പ്രാധാന്യം കൽപ്പിക്കുക എന്നാണ് ചോദ്യം. ആലോചിച്ച് നോക്കൂ. കുടുംബത്തിനായിരിക്കും സർ. കുടുംബത്തിന് വേണ്ടിയാണല്ലോ നമ്മള്. ആണല്ലോ ആവണം. അതൊന്ന് ഈ മേഡത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. മനസ്സിലായ? വിഷ്ണുവിന് ഇപ്പൊ എന്താ വേണ്ടേ? വേണ്ട കാര്യം എന്താ ഞാൻ കുറച്ചു നേരത്തെ പറഞ്ഞല്ലോ. അതെ, ഇന്നും നാളെ ഒന്നും കളക്ടർ ഇവിടെ ഉണ്ടാവണമെന്ന് വാശി പിടിക്കല്ലോ കേട്ടോ മോളെ. മനസ്സിലായല്ലോ? ഇനിയുള്ള കുറച്ച് ദിവസങ്ങള് കളക്ടർ ഫാമിലിക്കായിട്ട് അങ്ങോട്ട് മാറ്റിവെക്കും കേട്ടാ. ഇനി കളക്ടറെ കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറയാൻ നിൽക്കരുത്. മനസ്സിലായ? അപ്പൊ ഇനിയിപ്പോ വേറെ അത്യാവശ്യമൊന്നുമില്ലേ കുട്ടി, പൊക്കോളൂ, കടന്നു പൊക്കോളൂ. ഇനി വരണമെങ്കിൽ വിളിക്കാട്ടോ.